ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാളും റെഡി ആയിട്ട് നിൽക്കണം നമ്മളാണ് അല്ലേ? ഒരു ആഘോഷങ്ങൾ കിട്ടാൻ കാത്തിരിക്കുക, അടിച്ച് പൊളിക്കാനായിട്ട്. മുസ്ലിം ഉമ്മത്ത് വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച, ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവയിൽ കൂടെ പോയി. അപ്പോൾ ഈ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പടച്ചം വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു. ആ കടയിൽ തല മറക്കാത്ത ഒരു വെള്ളമില്ല ഈ സാധനം മേടിക്കാൻ. തല മറച്ച ആരുമില്ല എന്നല്ല, തല മറക്കാത്ത ഒരു സ്ത്രീയും അക്കൂട്ടത്തിലില്ല. ഏതാ? സാന്റാക്ലോസിന്റെ തൊപ്പി വാങ്ങാൻ, സ്റ്റാർ വാങ്ങാൻ, ഇതിനൊക്കെ ആരാ വരുന്നത്? തല മറച്ചവരാണ്. എന്നാലും ആ തക്കുവര് കൈവിട്ടിട്ടില്ല കേട്ടോ, ആ തലയൊക്കെ മറച്ചിട്ടാ വന്നേക്കണ. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, എല്ലാം പരിപാലിക്കുന്ന നിരാശ്രയനായ റബ്ബാണ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ്, അവന് സന്താനങ്ങളില്ല, അവന് പ്രസവിക്കപ്പെട്ടതുമല്ല. നബിയേ, ഈസാ നബി അല്ലാഹുവിന്റെ സന്താനമാണെന്ന് വിശ്വസിച്ച് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തെ നിനക്കെന്താണ് കാര്യം? നമുക്കെന്താണ് കാര്യം? നമ്മൾ എന്തിനാ അതിന് പോയി തലവെച്ച് കൊടുക്കുന്നേ? അവരാഘോഷിച്ചോട്ടെ, അവരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ അവർ ആഘോഷിച്ചോട്ടെ. നമ്മൾ അതിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ നക്ഷത്രം തൂക്കുന്ന മുസ്ലിം വീടുകളുണ്ട്, വളരെ ചുരുക്കമാണെങ്കിലും. നക്ഷത്രം എന്താണ്? ബത്ലഹേമിൽ ജനിച്ച ദൈവപുത്രനെ കാണാനായി ജ്ഞാനികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത്. നമ്മളൊരു രസത്തിന് തൂക്കണമായിരിക്കും, എന്നാൽ അതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കഥയുണ്ട്. സാന്റാക്ലോസ് അത് അവരുടെ വലിയ സെയിന്റ് ആയിരുന്നു, അവരുടെ പുണ്യപുരുഷനാണ്. ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് മതേതരത്വം എന്ന്. ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് എന്നിട്ട് അവർ പരിപാടി നടത്തുന്നതിന്റെ ഇടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക. ഇതൊന്നും ഇസ്ലാമല്ല. അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകതയൊന്നും നമുക്കില്ല. നമ്മൾ നമ്മുടെ ദീൻ മാന്യമായി തുറന്നു പറഞ്ഞ് മുസ്ലിമായി നമ്മളൊന്ന് ജീവിച്ചാൽ മതി. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവണില്ല. നമ്മളിൽ എവിടെയാ ഇസ്ലാം ഉള്ളത്? ഇതൊന്നുമില്ല. ഇപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ സാന്റാക്ലോസിന്റെ വേഷത്തിൽ വരണം, നിങ്ങൾ തൊപ്പി വെച്ച് വരണം, നിങ്ങൾ അങ്ങനെ വരണം, ഇങ്ങനെ വരണം. കുട്ടികളൊക്കെ പറഞ്ഞു വിടുക. നമുക്ക് നല്ല സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയണം, എന്റെ കുട്ടിയെ എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിന് ഞാൻ അയക്കില്ല എന്ന് പറയാൻ എന്തേ നമുക്ക് ചങ്കൂറ്റമില്ലാതായി പോകുന്നത്? എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വലിയ ഹാജിയാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. തല മറക്കേണ്ടതില്ല എന്നാണ് ആ സ്കൂളിലെ നിയമം. കുഴപ്പമില്ല, മോള് പോയി പഠിച്ചോ. ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം? ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്, ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണമില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്നല്ല, നമ്മുടെ ആദർശത്തിന് ഒത്തുപോകാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറ്റുക. വേറെ സ്കൂളില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോരം സ്കൂളുകൾ ഇവിടെ ഉണ്ട്, എത്രമാത്രം സ്കൂളുകൾ ഇവിടെ നിലവിലുണ്ട്. ഇനി അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയണം, എന്റെ വിശ്വാസ ആദർശത്തിനെതിരാണ് ഈ വിഷയം. എനിക്ക് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്, ഭരണഘടന അനുശാസിച്ചു തരുന്ന എനിക്കുള്ള റൈറ്റ് ഉണ്ട്. എന്റെ കുട്ടികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അവരാഘോഷിച്ചോട്ടെ. അപ്പൊ അള്ളാഹുവിനെ പരിഹസിക്കലാണ് യഥാർത്ഥത്തിൽ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ.